ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ നമ്മുടെ വെളുത്തുള്ളി പൂച്ചെടി നിറച്ച് കൊലകൊലാന്നുണ്ടായി കിടക്കുമായിരുന്നു. എന്താ നല്ല സ്മെല്ലാണെന്നറിയാവോ. ഇതിൻ്റെ ഇലയെല്ലാം പറിച്ച് ഞാൻ വെള്ളത്തിൽ ചാലിച്ച് നമ്മുടെ വീടിന് ചുറ്റിയിടും. അമ്മച്ചി പറയും പാമ്പൊക്കെ വേണ്ട പാമ്പ് നല്ല ഇത് കുട്ടിൻ്റെ മണമല്ലേ, നല്ല രസമാണ് കാണാൻ, നല്ല മണമാണ്. പക്ഷേ ഈ ഭാഗത്തേക്ക് നല്ലതായിട്ട് വെയിലടിക്കുന്നതാണ്, അത് വെള്ളം നിറത്തിലായിപ്പോയി. പക്ഷേ അതിൻ്റെ മുട്ടൊക്കെ കണ്ടോ, നല്ല നല്ല സുന്ദര മുട്ടുകളാണ്, നല്ല കളറല്ലേ അതിൻ്റെ മുട്ടും. ആ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ലതാണ്. 2 ദിവസം വെയിലടിച്ച് കഴിയുമ്പോഴത്തേനത് പ്യൂർ വെള്ളയായിട്ട് പോകും. ആ ചെടിയെ തന്നെയാണ് നമുക്ക് ഗോൾഡ് സ്പോട്ടും ഉണ്ടായി കിടക്കുന്നത്. 3 എണ്ണത്തിലുണ്ട്. ഇത് കണ്ടോ, മുന്തിരിക്കൊല പോലെ കിടക്കുന്നത് യമണ്ടം പേരാ, ഗോൾഡ് സ്പോട്ട്. പേരൊക്കെ ഉള്ളൂ, ലുക്കില്ല. ഇങ്ങനെ മുന്തിരി പോലെ കിടക്കും, മഞ്ഞ മുന്തിരിങ്ങ അത്രമാത്രം പറയാം നമുക്ക്. ഇത് കണ്ടോ, അതേ തന്നെയാണ് കൊങ്ങിണിയും ഉണ്ടായി കിടക്കുന്നത്. 3 പേരും ഒറ്റയടിക്കുണ്ടായി കിടക്കുവാണ്. ഇത് തന്നെ നമ്മുടെ ഹൈഡ്രേഞ്ചിയ. പിന്നെ പൂവില്ലാതിരിക്കുകയാണ്, പക്ഷേ ഈ കൊല്ലം എന്നാണാവോ പൂവുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചേക്കാമെന്ന് വെച്ചു. നമ്മുടെ ഇതുണ്ട് സൂര്യകാന്തിപ്പൂ, അയ്യോ മുഴുവനും കൊച്ചായിപ്പോയെന്നേ എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞയൊക്കെ ഉണ്ട്, മഞ്ഞയൊക്കെ 2-3 എണ്ണേ ഉള്ളൂ, ബാക്കി എല്ലാം പോയി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞവന് വരുന്നുണ്ട്, വാടാമുല്ലയും ഉണ്ട്. പക്ഷേ ഈ വെയിലിൻ്റെ ആയിരിക്കും, വെള്ളത്തിൻ്റെ ഒക്കെ, പക്ഷേ എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷേ അവനങ്ങോട്ട് പുഷ്പിച്ച് വരുന്നില്ല. ഇതുകൊണ്ടോ നമ്മുടെ സൂര്യകാന്തി താഴേക്ക് പോയിട്ട് ആ അരി മുഴുവൻ അവിടെ വീണ് കിടന്ന് അവിടെ നല്ല പൂന്തോട്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗി. പക്ഷേ പൂവിൻ്റെ ആ വലിപ്പം അങ്ങ് കുറഞ്ഞിട്ട് കൊച്ചു പൂക്കളായിട്ട് പോയി, കുഞ്ഞവനായി, മഞ്ഞക്കിളിയൊക്കെ കുഞ്ഞായി പോയിട്ടുണ്ട്. അവനങ്ങ് നല്ല വിടർന്ന് 5 ഇതളായിട്ട് നിന്നിരുന്നായിരുന്നു. അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായി, ലൈക്ക് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.